അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വർഗം കാത്തിരിക്കുന്ന 4 വിഭാഗങ്ങളെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വിഭാഗമായി അള്ളാന്റെ ഹബീബ് എണ്ണി പറയുന്നത് താലിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ എന്ന് പറയുന്നത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണ്. ഹുദൻ ലിന്നാസ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായ ഖുർആൻ അവതീർണമായ മാസമാണെന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. ഖുർആൻ പതിവായി ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യനെ നാളെ പരലോകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവനോട് പറയപ്പെടും, നീ ഖുർആൻ പാരായണം ചെയ്തു കൊള്ളുക. ദുനിയാവിൽ നീ എത്ര സാവകാശമാണോ ഖുർആൻ പാരായണം ചെയ്തത് അതുപോലെ നീ പാരായണം ചെയ്തു കൊള്ളുക. എന്നിട്ട് ആ മനുഷ്യൻ അവസാനമായി ഓതി നിർത്തുന്ന ആയത്ത് എത്രത്തോളമാണോ അവൻ ഓതി നിർത്തിയതിൻ്റെ അളവനുസരിച്ച് അവന് സ്വർഗത്തിൽ പദവി നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. ഖുർആൻ റബ്ബിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. നമ്മുടെ വീടുകളിൽ ഖുർആനിന്റെ ഓതലുകൾ നിലയ്ക്കാതിരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ ഓതുന്ന വീട് പ്രകാശിക്കും, ഖുർആൻ ഓതുന്ന ഹൃദയം സമാധാനമടയും, ഖുർആൻ ഓതുന്ന വിശ്വാസിയെ നാളെ സ്വർഗം കാത്തിരിക്കും. അത്തരക്കാരിൽ ഉൾപ്പെടാൻ നാഥൻ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.